അന്നളു ഇലാ മൻ ദൂനഹു ഫി അംരി ദുനിയ, ദുന്യവി കാര്യത്തിൽ അവൻ്റെ താഴെയുള്ളവരിലേക്ക് നോക്കി പഠിക്കുക, അതവൻ്റെ നന്മയുടെ ലക്ഷണമാണ്. വന്നളു ഇലാ മൻ ഫൗഖഹു ഫി അംരിൽ ആഖിറ, അമലിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യത്തിൽ അവൻ്റെ മുകളിലേക്ക് ഉള്ളവരിലേക്ക് നോക്കി പഠിക്കുക, അതും അവൻ്റെ നന്മയുടെ ലക്ഷണമാണ്. മനസ്സിലായില്ല? അലാമത്തു സഅദത്തി അർബഅ, ഒരു മനുഷ്യൻ്റെ വിജയലക്ഷണങ്ങൾ 4 എണ്ണമാണ്. ഒന്ന്, നിസ്യാനുൽ ഹസനാത്തിൽ മാദിയ, കഴിഞ്ഞ നന്മകളെല്ലാം മറന്നുപോയി. ഒരു നന്മ ചെയ്തിട്ടില്ലാത്തവനെ പോലെയാണോ അവനിരിക്കുക? എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഒന്നും ചെയ്തില്ലല്ലോ. കഴിഞ്ഞു പോയ ചീത്തകളെല്ലാം ഓർമ്മിക്കുക, അതും രണ്ടാമത്തെ നന്മയുടെ ലക്ഷണം, വിജയത്തിൻ്റെ ലക്ഷണം. അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിയായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിൻ്റെ കാര്യത്തിൽ അവനേക്കാൾ താഴെയുള്ളവനിലേക്ക് നോക്കുക, എന്നിട്ട് ശുക്ർ ചെയ്യുക. റബ്ബേ, നീ എനിക്ക് എന്തൊക്കെയാ തന്ന്, നീ എന്നെ എവിടെയാ എത്തിച്ച്. അപ്പോൾ ഷാക്കിറാവും. അവൻ്റെ താഴെയുള്ളവനിലേക്ക് നോക്കിയാൽ അവൻ ഷാക്കിറാവും. അല്ലാഹ്, നീ എനിക്ക് എന്തൊക്കെയാ തന്നത്. രാവും പകലും സുജൂദിൽ കിടന്നാലും നന്ദി തീരാത്തത്ര നീ നന്മ ചെയ്തതല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് അപ്പോൾ ഷാക്കിറാവും. വന്നളു ഇലാ മൻ ഫൗഖഹു ഫി അംരി ദീനി, ദീൻ കാര്യത്തിൽ അവൻ്റെ മുകളിലുള്ളവനിലേക്ക് നോക്കുക. അതായത് അയാളെ പോലെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ആക്കിയില്ലല്ലോ, എന്തെൻ്റെ കയ്യിലുള്ളത്, ഞാൻ ഒന്നാം പരാജയപ്പെടൂലേ. ദുന്യവി കാര്യത്തിൽ താഴെയിലേക്ക് നോക്കി പഠിക്കാം, ഉഖ്റവി കാര്യത്തിൽ മുകളിലേക്ക് നോക്കി പഠിക്കുക. കഴിഞ്ഞ നന്മകളെ മറക്കുക, കഴിഞ്ഞ ചീത്തകളെ മറക്കാതിരിക്കുക. ഇതൊരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഗുണത്തിൻ്റെ 4 ലക്ഷണങ്ങളാണ്. അതുള്ളവൻ സഈദായിരിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منهم، 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 اللهم اجعلنا منهم. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചെയ്ത ഒരു നന്മയും നമ്മളിലൂടെ ജനമറിയരുത്. അപ്പോൾ അത് റബ്ബേറ്റെടുക്കൂല. റബ്ബേറ്റെടുത്താൽ അത് പിന്നെ അതിനൊരു റബ്ബേറ്റെടുത്താലോ അതിന് സുഗന്ധം ഉണ്ടാവും. റബ്ബേറ്റെടുത്താൽ സുഗന്ധം ഉണ്ടാവും. റബ്ബൊരു കാര്യം ഏറ്റെടുത്താൽ അതിനൊരു സുഗന്ധം ഉണ്ടാവും. എന്താ സുഗന്ധം? അത് വേറൊരാളിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് നീ കേൾക്കും. 1000 സ്വലാത്ത് ദിവസം ചെല്ലുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. അതൊന്നും മറച്ചക്കണ്ട, ഒക്കെ നമ്മളറിയും. ഇതാ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് കയറിയതാ, നീ ഒരാളോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ദുന്യാവിൻ്റെ ആൾക്ക് ജനങ്ങളിലോട് പറഞ്ഞിട്ടുണ്ടാവുന്ന വഷളത്തരം, ഒരു വഷളത്തര ഓൻ്റെ അമലോ എന്നോട് പറയാ. അപ്പം നീ അത് നിൻ്റെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാണ്. അതേ സമയത്ത് അള്ളാഹു അത് സ്വീകരിച്ചാൽ അത് ജനങ്ങളിൽ നിന്ന് നീ കേട്ടിട്ട് നീ സന്തോഷിക്കും. അത് ദീനാണെന്നും മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചെയ്ത കാര്യം അയാൾ ആരോടും പറഞ്ഞില്ല, ജനങ്ങളിൽ നിന്ന് അയാൾ കേട്ടപ്പോൾ സന്തോഷം തോന്നി. അത് തെറ്റാണോ എന്ന് ചോദിച്ചു മുത്തുനബിയോട്. അപ്പോൾ പറഞ്ഞല്ലോ ഹു അജ്റാൻ, 2 കൂലിയ. 1 സന്തോഷത്തിൻ്റെ കൂലി, 2 അമലിൻ്റെ കൂലി. ഒരു സന്തോഷം കിട്ടിയാൽ. മനസ്സിലായില്ലേ? നമുക്കതറിയും. ദിവസം 10 ജുസ് ഓതുന്നുണ്ടില്ലേ? അങ്ങനെ പറയാനൊന്നും പറ്റൂല. അതൊക്കെ മറച്ചു വെച്ചിട്ട് കാര്യമല്ലേ, നമുക്കറിയും, ജനങ്ങളും കിട്ടും അറിയും. മനസ്സിലായില്ലേ? അതെന്തേ? അത് അള്ളാഹിൻ്റെ ഓഫീസിൽ നിന്ന് ഈ വ്യക്തിയുടെ കൽബിലേക്ക് അള്ളാഹു ഇട്ട് കൊടുത്തതാ. ഓനെ ബഹുമാനിച്ചാളെ, ഓ വലിയ ആളാ. അവിടുന്ന് ഇങ്ങോട്ട് വരണം, ഇവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യരുത്, ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അള്ളാഹ്, എൻ്റെ ഖുർആൻ കുറച്ചൊക്കെ ഓതുന്നുണ്ട്, ഈശോ കബൂലാക്കണം. എൻ്റെ അക്ഷരങ്ങളൊക്കെ തെറ്റാ, എനിക്കത് നേരെയാക്കാൻ കഴിയൂല, ഞാൻ പാപിയാണ്, വിവരമില്ല, നേരെയാക്കണം റബ്ബേ. മനസ്സിലായില്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി ഉറക്കെ എല്ലാവരും ഉറക്കെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി